എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോയ്സൺ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. നിങ്ങളുടെ ബന്ധങ്ങളിൽ ഒരേ തെറ്റുകൾ വീണ്ടും വീണ്ടും സംഭവിക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പങ്കാളി എപ്പോഴും അകന്നു പോകുന്നതായി തോന്നുക, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും അവരെ അമിതമായി ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള അനുഭവങ്ങൾക്ക് പിന്നിൽ പല കാരണങ്ങളുണ്ടാകുമെങ്കിലും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അറ്റാച്ച്മെന്റ് സ്റ്റൈൽ, അഥവാ നമ്മൾ മറ്റുള്ളവരുമായിട്ട് അടുപ്പം സ്ഥാപിക്കുന്ന രീതിയെ കുറിച്ചിട്ടാണ്. പ്രത്യേകിച്ചും അനാരോഗ്യപരമായിട്ടുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈലുകളും അവ നമ്മുടെ ബന്ധങ്ങളെ എങ്ങനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു എന്നതിനെയും കുറിച്ച് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഇത് മനസ്സിലാക്കുന്നത് ആരോഗ്യപരമായിട്ടുള്ള ബന്ധങ്ങളെ കെട്ടിപ്പടുക്കാനായിട്ട് നമ്മളെ ഒരുപാട് സഹായിക്കുന്നതായിരിക്കും. ആദ്യമായി, എന്താണ് ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈല്? മനഃശാസ്ത്ര പഠനങ്ങൾ അനുസരിച്ചിട്ട് ജോൺ ബോൾബിയെ പോലുള്ള സൈദ്ധാന്തികർ പറയുന്നത് നമ്മുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് നമ്മളെ പരിപാലിക്കുന്നവരുമായിട്ട്, പ്രധാനമായിട്ടും മാതാപിതാക്കൾ, അവരായിട്ട് നമുക്കുണ്ടായിരുന്ന അനുഭവങ്ങൾ, നമുക്കുണ്ടായിരുന്ന ബന്ധത്തിന്റെ സ്വഭാവം മുതിരുമ്പോൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് എങ്ങനെ അടുക്കുന്നു, സ്നേഹബന്ധങ്ങളിൽ എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ആഴത്തിൽ സ്വാധീനിക്കുന്നതായിരിക്കും. കേരളത്തിലെ സാഹചര്യത്തിൽ നോക്കുമ്പോൾ സ്നേഹമുള്ള മാതാപിതാക്കളാണെങ്കിലും പലപ്പോഴും തുറന്ന് സംസാരിക്കാത്ത രീതികളും അല്ലെങ്കിൽ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ മടിക്കുന്ന അന്തരീക്ഷമോ കുട്ടികളിൽ ഇത്തരത്തിലുള്ള അറ്റാച്ച്മെന്റ് രീതികൾ രൂപപ്പെടുന്നതിന് ഒരു പക്ഷെ കാരണമായേക്കാം. ഞാനീ പറയുന്നത് മാതാപിതാക്കളെ കുറ്റപ്പെടുത്താനല്ല, മറിച്ച് നമ്മുടെ വളർന്നു വരുന്ന സാഹചര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അടുപ്പം സ്ഥാപിക്കുന്ന രീതിയാണ് നമ്മൾ ഇന്ന് അറ്റാച്ച്മെന്റ് സ്റ്റൈല് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും 4 അറ്റാച്ച്മെന്റ് സ്റ്റൈലുകൾ ഉണ്ടെങ്കിലും ഇന്ന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില അനാരോഗ്യപരമായിട്ടുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈൽ രീതികളെ കുറിച്ചാണ്. അതിൽ ആദ്യത്തേതാണ് ആകുലമായ അടുപ്പം എന്ന് പറയുന്ന ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഈ രീതിയിലുള്ളവർക്ക് തങ്ങളുടെ ബന്ധങ്ങളെ കുറിച്ച് എപ്പോഴും ഒരുതരം ആദിയും ഉത്കണ്ഠയും ഉണ്ടാവും. ഇതിന്റെ കോമൺ ലക്ഷണങ്ങളാണ് പങ്കാളിയുടെ സ്നേഹത്തെയും കരുതലിനെയും കുറിച്ച് നിരന്തരം സംശയിക്കാം, അവർ നമ്മളെ വിട്ടുപോകുമോ എന്ന തീവ്രമായിട്ടുള്ള ഭയം, പങ്കാളിയുടെ ഭാഗത്തു നിന്ന് സ്ഥിരമായ ഉറപ്പുകൾ, അതായത് റീ അഷുറൻസസ് ഒക്കെ ഉണ്ടല്ലോ, അത് തേടിക്കൊണ്ടിരിക്കാം. ചെറിയ കാര്യങ്ങൾക്ക് പോലും അമിതമായിട്ട് പ്രതികരിക്കാം, അമിതമായ ആശ്രയത്വം കാണിക്കാം, ചിലപ്പോൾ അസൂയയും സംശയവും കൂടുതലായിട്ട് പ്രകടിപ്പിക്കുക. അത് റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നമായിട്ട് തീരുന്ന അവസ്ഥ വരെ ആയിത്തീരാം. ഞാനിത് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ടൊരു സാഹചര്യം പറയാം. സാങ്കല്പികമായിട്ടുള്ളൊരു വ്യക്തിയുടെയാണ് മീര എന്നൊരു യുവതി. അവരുടെ പങ്കാളി ഫോൺ വിളിച്ചാൽ എടുക്കാൻ വൈകുകയോ മെസ്സേജിന് ഉടൻ മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ലാസ്റ്റ് സീൻ സ്റ്റാറ്റസ് നോക്കി അയാൾ ഓൺലൈൻ ഉണ്ടായിട്ടും തനിക്ക് മറുപടി തന്നില്ലല്ലോ എന്നോർത്ത് അവൾക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ്. അയാൾക്ക് എന്നോട് പഴയ സ്നേഹമില്ലേ, മറ്റാരോടെങ്കിലും സംസാരിക്കുകയാണോ എന്നിങ്ങനെയുള്ള ചിന്തകൾ അവളെ അലട്ടും. ഇത് പലപ്പോഴും പങ്കാളിയായിട്ട് അനാവശ്യമായിട്ടുള്ള വഴക്കുകളിലേക്കും നയിക്കുന്നതായിട്ട് കാണാവുന്നതാണ്. ഇനി രണ്ടാമതായിട്ടുള്ള അനാരോഗ്യപരമായിട്ടുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ് ഒഴിഞ്ഞു മാറുന്ന അടുപ്പം എന്ന് പറയുന്ന അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈല്. ഈ ഗണത്തിൽപ്പെട്ടവർ വൈകാരികമായിട്ടുള്ള അടുപ്പം കാണിക്കുന്നതിൽ നിന്നും മറ്റുള്ളവരെ അമിതമായിട്ട് ആശ്രയിക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കും. ഇത്തരത്തിലുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈലിന്റെ ലക്ഷണങ്ങളാണ് വൈകാരികമായിട്ട് മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുക, സ്വാതന്ത്ര്യത്തിന് അമിതമായിട്ടുള്ള പ്രാധാന്യം നൽകുക, ബന്ധങ്ങളിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മടിക്കുക, സ്വന്തം വികാരങ്ങളെ തുറന്നു പറയാൻ ബുദ്ധിമുട്ടുക, പങ്കാളി കൂടുതൽ അടുപ്പം കാണിക്കുമ്പോൾ ഉൾവലിഞ്ഞു നിൽക്കുന്നൊരവസ്ഥ. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, റോയ് എന്ന് പറയുന്ന വ്യക്തി അവന്റെ പങ്കാളി അവനോട് സ്നേഹം പ്രകടിപ്പിക്കുകയോ ഭാവിയെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അവൻ അസ്വസ്ഥനാകും. എനിക്ക് എൻ്റെതായിട്ടുള്ള സ്പേസ് വേണം, ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ സംസാരത്തിൽ നിന്ന് അങ്ങ് ഒഴിഞ്ഞു മാറും. അവന്റെ സുഹൃത്തുക്കൾ പോലും അവന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയുള്ള ഒരാൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇനി മൂന്നാമത്തെ അൺഹെൽത്തി ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ് ഭയവും അടുപ്പവും ഇടകലർന്ന രീതി എന്ന് പറയുന്നത്. അതായത് ഫിയർഫുൾ അവോയ്ഡന്റ് ഓർ ഡിസ്ഓർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ. ഇതൊരു സങ്കീർണമായിട്ടുള്ള രീതിയാണ്. ഇവർക്ക് അടുപ്പം വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അടുക്കുന്നതിനെ വല്ലാതെ ഭയക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. ലക്ഷണങ്ങൾ നോക്കുമ്പോൾ ബന്ധങ്ങളിൽ സ്ഥിരതയില്ലാത്ത പെരുമാറ്റം ഉണ്ടായിരിക്കും.
ചിലപ്പോൾ അമിതമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുകയും പെട്ടെന്ന് ദേഷ്യപ്പെടുകയും അകന്നു മാറുകയും ചെയ്യും. മറ്റുള്ളവരെ വിശ്വസിക്കാനായിട്ട് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. എന്നാൽ ഒറ്റയ്ക്കാവുന്നതിനെ കുറിച്ച് പേടിയായിരിക്കും. ഇവരുടെ പെരുമാറ്റം പ്രവചനാതീതമായിരിക്കും. ഓർക്ക, ഇതൊന്നും ഒരാളെ മുദ്രകുത്താനല്ല ഞാനിവിടെ പറയുന്നത്. ഇതൊരു ലേബലുകളല്ല. ഇവയൊക്കെ നമ്മുടെ പെരുമാറ്റത്തിലെ ചില രീതികളാണ്. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ പിന്നീടുള്ള പല അനുഭവങ്ങളിലൂടെയും ബോധപൂർവമായ ശ്രമങ്ങളിലൂടെയും ഈ രീതികളിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇവ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഈ അനാരോഗ്യപരമായിട്ടുള്ള അറ്റാച്ച്മെന്റ് രീതികളെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം? ആരോഗ്യപരമായിട്ടുള്ള ബന്ധങ്ങളിലേക്ക് എങ്ങനെയാണ് മുന്നേറാനായിട്ട് സാധിക്കുക? ആദ്യമായിട്ടുള്ള പടിയാണ് സ്വയം തിരിച്ചറിയുക. ഇൻക്രീസ് സെൽഫ് അവെയർനെസ്. ആദ്യം വേണ്ടത് നിങ്ങളുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഏതാണെന്ന് ഏകദേശം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നതാണ്. ഇതെങ്ങനെയാ ചെയ്യാൻ സാധിക്കുക? ഇതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ പഴയതും ഇപ്പോഴുള്ളതുമായ ബന്ധങ്ങളെ കുറിച്ച് ആലോചിക്കുക. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നിങ്ങൾ കൂടുതൽ ഉത്കണ്ഠയോ അകൽച്ചയോ അല്ലെങ്കിൽ ആശയക്കുഴപ്പമോ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? നിങ്ങളുടെ പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു? ഒരു ഡയറിയിൽ നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും കുറിച്ചു വെക്കുന്നത് സ്വയം ഈ രീതിയിൽ ഇത് ഏത് രീതിയാണെന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. അടുത്തതായിട്ട് നിങ്ങളുടെ ആവശ്യങ്ങളും വികാരങ്ങളും തുറന്നു പറയാൻ പഠിക്കുക. ലേൺ ടു കമ്മ്യൂണിക്കേറ്റ് യുവർ നീഡ്സ് ആൻഡ് ഫീലിങ്സ്. ആരോഗ്യപരമായിട്ടുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനം തുറന്നതും സത്യസന്ധവുമായിട്ടുള്ള ആശയവിനിമയമാണ്. ഇതെങ്ങനെയാ ചെയ്യാം? നിങ്ങളുടെ പങ്കാളിയോട് നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ചും ആവശ്യങ്ങളെക്കുറിച്ചും ശാന്തമായിട്ട് സംസാരിക്കാം. നീ എപ്പോഴും അങ്ങനെയാണ് എന്ന് കുറ്റപ്പെടുത്തുന്നതിന് പകരം നീ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്, അതായത് ഐ സ്റ്റേറ്റ്മെന്റ്സ്, അത് ഉപയോഗിച്ചിട്ട് പറയാനായിട്ട് ശ്രമിക്കാം. ഉദാഹരണത്തിന്, നീ തിരക്കിലാണെന്ന് പറയുമ്പോൾ എനിക്ക് ഒറ്റപ്പെട്ടതായിട്ട് തോന്നുന്നു, കുറച്ചു നേരം എൻ്റെ അടുത്ത് സംസാരിച്ചാൽ സന്തോഷമാകും. അങ്ങനെ പറയുന്നത് കൂടുതൽ ഫലപ്രദമായിട്ട് മാറുന്നതായിരിക്കും. അടുത്തതായിട്ട് ആരോഗ്യപരമായിട്ടുള്ള അതിരുകൾ സ്ഥാപിക്കാം. എസ്റ്റാബ്ലിഷ് ഹെൽത്തി ബൗണ്ടറീസ്. എല്ലാ ബന്ധങ്ങളിലും വ്യക്തമായിട്ടുള്ള അതിരുകൾ, അതായത് ബൗണ്ടറീസ് ആവശ്യം. ഇത് പരസ്പര ബഹുമാനം വളർത്താനും ഒരാൾ മറ്റൊരാളെ അമിതമായിട്ട് ചൂഷണം ചെയ്യുന്നത് തടയാനും സഹായിക്കും. ഇതെങ്ങനെയാ ചെയ്യാൻ സാധിക്കുക? നിങ്ങൾക്ക് എന്തൊക്കെയാണ് സഹിക്കാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് പറ്റാത്തതെന്ന് സ്വയം മനസ്സിലാക്കുക. അത് സ്നേഹത്തോടെ എന്നാൽ ദൃഢമായിട്ട് പങ്കാളിയെ അറിയിക്കാം. നോ പറയേണ്ടിടത്ത് നോ പറയാൻ പഠിക്കുന്നത് വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന്, എനിക്ക് സഹായിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഇപ്പോൾ എൻ്റെ സാഹചര്യത്തിൽ അത് പ്രയാസമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കതിന് കഴിയില്ല, മറ്റൊരവസരത്തിൽ നോക്കാം എന്നിങ്ങനെയുള്ള സൗമ്യമായിട്ടുള്ള രീതിയിൽ നിരസിക്കാനായിട്ട് നിങ്ങൾക്ക് ശീലിക്കാം. ഇത് മറ്റൊരാളെ വേദനിപ്പിക്കാതെ തന്നെ നമ്മുടെ അതിരുകൾ സംരക്ഷിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് ആരോഗ്യപരമായിട്ടുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈലായിട്ടുള്ള നാലാമത്തെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ നമ്മളിവിടെ പറഞ്ഞിരുന്നില്ല. പക്ഷേ ഈ സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈലായിട്ടുള്ള ആൾക്കാരായിട്ട് അവരായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുക. സീക്ക് റിലേഷൻഷിപ്പ് വിത്ത് സെക്യൂർലി അറ്റാച്ച്ഡ് ഇൻഡിവിജ്വൽസ്. ആരോഗ്യപരമായിട്ടുള്ള അറ്റാച്ച്മെന്റ് രീതികളുമായിട്ടുള്ളവരുടെ സൗഹൃദം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധങ്ങൾ അനാരോഗ്യപരമായിട്ടുള്ള രീതികളിൽ നിന്ന് മാറാൻ നമ്മളെ സഹായിക്കും. അവർ എങ്ങനെയാണ് അഭിപ്രായ വ്യത്യാസങ്ങളെ ആരോഗ്യപരമായിട്ട് കൈകാര്യം ചെയ്യുന്നതെന്നും പരസ്പരം സ്നേഹവും ബഹുമാനവും നിലനിർത്തുന്നതെന്നും പങ്കാളിയുടെ വ്യക്തിപരമായിട്ടുള്ള വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതെന്നും ശ്രദ്ധിക്കാം. അവരുടെ പെരുമാറ്റ രീതികൾ നമുക്ക് മാതൃകയാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചത് ബന്ധങ്ങളിലെ അനാരോഗ്യപരമായിട്ടുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈലുകളെ കുറിച്ചും അവയെ എങ്ങനെ ആരോഗ്യപരമായിട്ടുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കാം എന്നതിനെ കുറിച്ചാണ്. ഓർക്കുക, നമ്മളുടെ അറ്റാച്ച്മെന്റ് രീതികൾ മനസ്സിലാക്കുന്നതും അതിലെ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നതും ഒരു യാത്രയാണ്. ദിസ് ഈസ് എ ജേർണി. ഇതിന് സമയവും ക്ഷമയും ആവശ്യമാണ്. സ്വയം സ്നേഹിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നതിലൂടെ നമുക്ക് കൂടുതൽ സന്തോഷകരവും ആരോഗ്യകരമായിട്ടുള്ള ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വിഷയം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ പ്രിയപ്പെട്ടവർക്കോ ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. ഇതിൽ പറഞ്ഞ ഏത് കാര്യമാണ് നിങ്ങളെ കൂടുതൽ ചിന്തിപ്പിച്ചത്, അല്ലെങ്കിൽ ഏത് പ്രായോഗിക മാർഗമാണ് നിങ്ങൾ പരീക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്?
നിങ്ങൾ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് മറ്റുള്ളവർക്കും പ്രയോജനമാകും. ഞാൻ ഒരു കാര്യം നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെയും ബന്ധങ്ങളെയും സാരമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒറ്റയ്ക്ക് പുറത്തു കടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ, ഒരു പ്രൊഫഷണൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയോ കൗൺസിലറുടെയോ സഹായം തേടുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ശരിയായ മാർഗനിർദ്ദേശങ്ങളിലൂടെയും പിന്തുണയിലൂടെയും നമുക്ക് തീർച്ചയായും മുന്നോട്ട് പോകാനാകും. അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം, നന്ദി.